ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ AZB അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാനുള്ള 5 വേസ് ആണ്, അതായത് 5 മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ഇത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു 5 ഡിഫറെന്റ് വേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാർഗങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റും അതുപോലെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇന്നായിരുന്നു നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് ആവേണ്ടിയിരുന്നത്. അത് മാർച്ച് 1 മാറ്റിയിട്ടുണ്ട്. പേയ്മെന്റ് കൊടുക്കേണ്ടത് മാർച്ച് 3 മാറ്റിയിട്ടുണ്ട്. അതുപോലെ കറക്ഷൻ വിൻഡോ മാർച്ച് 4 തൊട്ട് 13 വരെയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനിയും വൈകിപ്പിക്കരുത്. അതിനു മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പൊ ആപ്ലിക്കേഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാർഗം എന്താണ്, നമ്മൾ നന്നായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ പ്രിപ്പറേഷൻ ആയിരുന്നാലും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ആകെ ഒരെണ്ണം മാത്രമേ നമുക്കുള്ളൂ. CBT-1 പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതിൽ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഒന്ന് ജനറൽ സയൻസ്, ഒന്ന് മാത്സ്, ഒന്ന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ ഒന്ന് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ജനറൽ സയൻസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിനാണ്. മാത്സ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിനാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിനാണ്. അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കിനാണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റുമാണ്, അതായത് 1.5 മണിക്കൂറാണ് നമുക്ക് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് CBT-1 പരീക്ഷ. CBT-1 പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അതായത് പെറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ലേക്കായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ DV, അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ 4 പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ പോസ്റ്റിംഗിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഒരു 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 കുറച്ച് ഇഫോർട്ട് ഇട്ട് നമ്മൾ പഠിക്കുക. CBT-1 പാസ്സായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമ്മുടെ കയ്യുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ CBT-1 വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഒരു ഫ്യൂവൽ എന്ന പോലെ തന്നെ നമുക്ക് എന്താണ് എക്സാം പാറ്റേൺ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ഈ 4 സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടായിരിക്കില്ലേ. ആ സിലബസ് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇപ്പം സയൻസിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, മാത്സിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ റീസണിങ്ങിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അവയർനെസിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഫുൾ സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോമാറ്റ് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ഫോമാറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ PYQs നോക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റുകൾ അറിയാൻ സാധിക്കുള്ളൂ. എങ്ങനത്തെ രീതിയിലാണ് ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്നത്, അതായത് വെറും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ചോദിക്കുന്നത്, അതുപോലെ തന്നെ സിമ്പിൾ അല്ലാതെ നമുക്ക് മോഡറേറ്റ് ലെവലിലാണോ ചോദിക്കുന്നത്, പിന്നെ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അത് നമ്മൾ നല്ല പോലെ അറിഞ്ഞിരിക്കുക. അപ്പം ഓരോ സബ്ജക്ട്, ഇപ്പൊ ഞാൻ പറയാണ് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അതിൽ ഓരോ ടോപ്പിക് ഉണ്ടാവും. ഇപ്പൊ ഹിസ്റ്ററിക്ക് നമുക്ക് ഹിസ്റ്ററി ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് പ്യുവർലി നമ്മുടെ PYQs ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഒന്ന് ഫുള്ളി നോക്കുക. കുറെ ഷിഫ്റ്റുകളിലെ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ആ പേപ്പർ എല്ലാം നോക്കുക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ്, ഏതാണ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്, സിലബസിലുള്ള ചാപ്റ്ററുകളിൽ നിന്നാണോ നമുക്ക് ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം സ്റ്റൈലും ക്വസ്റ്റ്യൻ ഫോമാറ്റും ഏകദേശം സെയിം തന്നെയാണ്. അതായത് നമുക്കിപ്പോ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം സ്റ്റൈൽ തന്നെയാണോ RRB NTPC വരുന്നത്, അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു 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 ആവറേജ് കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു, അപ്പൊ നമുക്ക് ഒരു 5 months ഒരു സ്റ്റഡി പ്ലാൻ ഇടാം.
അല്ലെങ്കിൽ ഒരു 4 months സ്റ്റഡി പ്ലാൻ ഇടാം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 3 months സ്റ്റഡി പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു 180 ദിവസം സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ ഒരു 200 ദിവസം സ്റ്റഡി പ്ലാൻ. ഇങ്ങനെ സ്റ്റഡി പ്ലാൻ ഇട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഇന്ന് ഡേ 1 ഞാൻ എന്തൊക്കെ ചെയ്യും, ഡേ 2 ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് അതേ സ്റ്റഡി പ്ലാനിൽ ഒരു പിഴവ് പോലും സംഭവിക്കാത്ത രീതി, അല്ലെങ്കിൽ ഒരു ഡേ പോലും മിസ്സാവാത്ത രീതിയിൽ നിങ്ങളത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്ന രണ്ടാമത്തെ കാര്യം. നെക്സ്റ്റ് നമുക്ക് മാക്സിമം ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ വേണം അല്ലെ. സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ബുക്സുകളുടെ രൂപത്തിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കൂടാതെ ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളും അവൈലബിൾ ആണ്. കൂടാതെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ എത്രത്തോളം ബുക്സുകൾ കളക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ബുക്സ് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്സ് ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് എഡിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ GK ഒക്കെ പഠിക്കാനാണെങ്കിൽ ലൂസന്റിന്റെയും അതുപോലെ പിനാക്കിളിന്റെയും ഒക്കെ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ബെസ്റ്റ് ബുക്സ് ഏതൊക്കെയാണ്, നമുക്ക് ഗ്രൂപ്പ് ഡി പഠിക്കാനുള്ള ബെസ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് ബുക്സ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്ന കുട്ടികൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, വാങ്ങിച്ചു വെച്ച് പഠിക്കാവുന്നതാണ്. ഇനിയല്ല ഞാൻ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ഞാൻ പഠിക്കുള്ളൂ, അപ്പൊ അത് നിങ്ങൾ അന്വേഷിക്കുക, ഏതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉള്ളത്, ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേരുക. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ഇപ്പൊ ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആണ്. ചിലതിലൊക്കെ ഓരോ ടെസ്റ്റുകൾ വീതം വെച്ച് കാണുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഓരോ സബ്ജക്റ്റിനും നോട്ട്സ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിച്ചു പോവാം. ആ നോട്ട്സ് ആയിരിക്കണം പിന്നെ നമുക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നോട്ട്സ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് റെഗുലർലി, അതായത് ഒരു ബേസിസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അതുപോലെ ഡെയിലി ടെസ്റ്റുകളൊക്കെ റെഗുലർലി നിങ്ങൾ ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിനെ പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ് വരിക. ഇപ്പൊ AZB അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പൊ RRB ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 180 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോ ഡേയ്സിലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ 4 സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനൊപ്പം അതിന്റെ PDFs അവൈലബിൾ ആണ്. കൂടാതെ അത് ചെയ്യാനുള്ള ആ ഓരോ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡെയിലി ക്വിസുകൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഡേ 1 ഡേ 2 ഡേ 3 വൈസ് അങ്ങനെ 180 ഡേയ്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് കൂടാതെ ആഴ്ചയിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് എന്ന പോലെ ലൈവ് ക്ലാസ്സുകളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നോട്ട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിനകത്ത്. ഓക്കെ, ഇനി ടൈം മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ്. ടൈം മാനേജ്മെന്റ് എന്താണ്? ടൈം മാനേജ്മെന്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം 90 മിനിറ്റിന്റെ പരീക്ഷയാണ്. 4 സെക്ഷനുകളാണ് അല്ലെ, 4 സബ്ജക്റ്റുകളാണ്. 25, 25, 30, 25 മാർക്സ് വീതം വെച്ച് വരുന്ന 4 സെക്ഷനുകളാണ്. ആ 25 ക്വസ്റ്റ്യൻസ് ഇത്ര മിനിറ്റിനുള്ളിൽ വെച്ച് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തമായുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടൈം സ്ട്രാറ്റജി നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതായത് പ്രാക്ടീസ് എലോക്കേറ്റിംഗ് സ്പെസിഫിക് ടൈം ടു ഈച്ച് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ദ എക്സാം. അതായത് ഒരു ക്വസ്റ്റ്യന് സ്പെസിഫിക്കലി എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് രീതിക്കാണ്. ഇപ്പോൾ നിങ്ങൾ ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചു. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം അധികം എടുക്കും. പിന്നെ നിങ്ങൾ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്ര മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് അത് ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ വെച്ച്, അപ്പൊ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്ര സെക്കൻഡ്സിനുള്ളിൽ വെച്ച് ഷോർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് സെഷൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. ഇനി പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ് ബൈ ടേക്കിംഗ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ, അതായത് ഇപ്പൊ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾ മാർക്ക് കുറവാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ കീപ് പ്രാക്ടീസിങ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ടൈം മാനേജ്മെന്റ് അവിടെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് ആക്യുറസി ഒരിക്കലും കുറഞ്ഞു പോകാതെ നോക്കുക. ആക്യുറസി എന്ന് പറയുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റോങ് ആവുന്നത് നമ്മുടെ ആക്യുറസിയെ കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 95% ആക്യുറസി എപ്പോഴും കീപ്പ് ചെയ്ത് വെച്ചേക്കുക. ടൈം മാനേജ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലിയർ ആവും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ മോക്ക് ടെസ്റ്റുകൾ ചിലപ്പോൾ നമുക്ക് ഫെയിലിയർ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കീപ് പ്രാക്ടീസിങ്. മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക മാത്രമല്ല, അത് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ആ ഒരു മാർക്ക് കുറവ് വന്നത്, അപ്പൊ അത് റെക്ടിഫൈ ചെയ്ത് പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി അലോക്കേറ്റ് മോർ ടൈം ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. കണ്ടോ, നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ തോന്നുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ അതിന് ഒരുപാട് സമയം കൊടുത്ത് നിങ്ങൾ ചെയ്ത് പഠിച്ചെടുക്കുക.
ഓക്കെ. അപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എങ്കിൽ അതിന് നിങ്ങൾ ടൈം കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ഒരിക്കലും നിങ്ങൾ നോക്കരുത് എന്നല്ല, അറിയാവുന്ന സബ്ജക്റ്റ് അതിന്റെ കൂടെ ഒപ്പം തന്നെ നിങ്ങൾ കൊണ്ടുപോവുകയും വേണം. ഇവിടെ കുറച്ച് നിങ്ങൾ ടൈം കൊടുത്ത് തന്നെ അത് സ്പെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ. അത് നാളേക്കുള്ള പ്രാക്ടീസിനും കാര്യങ്ങളും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ എന്തിനാണ് നമ്മളിത് കളയുന്നത് അല്ലേ? അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് എക്സാമിന് സ്കോർ ചെയ്യാനുള്ള കാര്യം ആവും. അപ്പൊ അതിന് കുറച്ച് ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, മൈൻഡ് സെറ്റ്. അതായത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇനി നല്ലൊരു ഹെൽത്ത്, അതായത് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെയൊക്കെ ഉറങ്ങി, അതായത് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങി നല്ലപോലെ മൈൻഡ് റിഫ്രഷ് ചെയ്ത് വെച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടിടാതെ എപ്പോഴും നിങ്ങൾ ഒരിക്കലും ഫുഡ് കളഞ്ഞിട്ടേ പഠിക്കണമെന്നല്ല, ഫുഡ് കഴിക്കണം, കറക്റ്റ് എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കുക, ഉറങ്ങുക. മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബേർഡൻ കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ AZB അക്കാഡമിയുടെ ഗ്രൂപ്പ് ഡി ബാച്ച് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നവരെയൊന്നും കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, കൂടാതെ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, പിന്നെ നോട്ട്സുകൾ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം റെക്കോർഡ് ആയിരിക്കും തരിക, പിന്നെയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രൈസ് വന്നിട്ട് 1499 രൂപയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ AZB അക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യാം. അത് നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിലേക്ക് പോകും. അവിടെ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. ആ കോഴ്സസിനകത്ത് നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും. ആ സെർച്ച് ബട്ടണിനകത്ത് നിങ്ങൾ RRB ഗ്രൂപ്പ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാച്ച് അതിനകത്ത് കാണാൻ പറ്റും. 1499 രൂപയുടെ ബാച്ചാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ പാക്കേജ് എന്ന് പറയുന്നത് ഉണ്ടാവും. ആ ബൈ പാക്കേജ് കൊടുത്താൽ മതി. ബൈ പാക്കേജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കൂപ്പൺ കോഡ് ഉണ്ടോ എന്നുള്ള കാര്യം അതിനകത്ത് ചോദിക്കും. അപ്പൊ കൂപ്പൺ കോഡിന്റെ സ്ഥാനത്ത് നിങ്ങൾ കാവ്യ 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി റിഡക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പഠിക്കാൻ ആരംഭിച്ചോളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അല്ല ബാച്ച് റിലേറ്റഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വിവരങ്ങൾ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്ന കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.